മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. സ്വർഗത്തിൻ്റെ ഒരു ചെറിയ സമ്മാനം ഏഞ്ചൽസ് ആർമി മിനിസ്ട്രിയിലൂടെ കുഞ്ഞുങ്ങളെ എങ്ങനെ വിശുദ്ധരായി വളർത്താമെന്നതിനുള്ള ഒരു സുവിശേഷം, അതാണ് മധുരമൊഴി. ഇത് നമ്മെ സഹായിക്കുവാനായിട്ട് എത്തിയിരിക്കുന്നത് തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട അൻലിയേട്ടനും ജിൻസിയേച്ചിയുമാണ്. അവർക്ക് 5 മക്കളാണ്. ഇവരെ രണ്ടുപേരെയും മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള സ്ഥിരസാന്നിധ്യമായ നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ഏട്ടൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോർജ് ഏട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴിയുടെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നയാഗ്ര വെള്ളച്ചാട്ടം. അമേരിക്കൻ ഉപഭൂഖണ്ഡത്തിലെ പ്രശസ്തമായ വെള്ളച്ചാട്ടം. വളരെ മനോഹരമാണ്. നമ്മൾ സിനിമകളിലെങ്കിലും കുറേ പേരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു വൈകുന്നേരം നിറച്ച ആൾക്കാരൊക്കെ കൂടിയിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ, പ്രത്യേക രീതിയിൽ ഉടുപ്പൊക്കെ ധരിച്ചൊരു മനുഷ്യൻ ചെണ്ടയൊക്കെ കുട്ടി ആൾക്കാരുടെ അട്രാക്ഷനൊക്കെ മേടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നു. അദ്ദേഹം ഒരു വടമെടുത്ത് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ അക്കരെ ഇക്കരെ വലിച്ചു കെട്ടി. ആൾക്കാർ നോക്കി നിൽക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. പെട്ടെന്ന് അദ്ദേഹം അതിൻ്റെ മുകളിലൂടെ ഈ ചെണ്ടയും കൊട്ടിക്കൊണ്ട് ആഘോഷമായിട്ട് നയാഗ്ര വെള്ളച്ചാട്ടത്തിൻ്റെ കുറുകെ ഈ വടത്തിലൂടെ നടക്കുകയാണ്. കൈപോലും പിടിക്കാതെ ആൾക്കാരിങ്ങനെ ശ്വാസമടക്കി ഞെട്ടിയിരിക്കുകയാണ്. കുറേ പേരൊക്കെ പറഞ്ഞു, ഒരാൾ ജീവിക്കാൻ വേണ്ടി ഇതുപോലെ കഷ്ടപ്പാടൊക്കെ കാണിക്കാമോ എന്ന് പറയുന്ന പതിവ് കമൻറ്റുകളൊക്കെ ആയിട്ടിരിക്കുകയാണ്. അദ്ദേഹം അക്കരെ ഇക്കരെ പോയി. അന്നേരം തന്നെ ആൾക്കാരെല്ലാം കൂടെ പൈസ അദ്ദേഹത്തിന് എറിഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പൈസയൊക്കെ മേടിച്ച് വെച്ചിട്ട് അടുത്ത കാര്യം ചോദിച്ചു, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, ഇവിടെയുള്ള ആർക്കെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ ഇനി ഒന്നുകൂടി വരാമോ? ഞാൻ വീണ്ടും ആരെങ്കിലും കൂടെ വരാൻ ധൈര്യമുണ്ടെങ്കിൽ അയാളെയും കൊണ്ട് ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന് കുറുകെ ഈ ചെറിയൊരു വടത്തിലൂടെ പോകുന്നതായിരിക്കും. ആരും വന്നില്ല. പൈസ കൊടുക്കാൻ ആവേശം കാണിച്ചിട്ട് കൂവിയവരൊക്കെ മിണ്ടാതിരിക്കുകയാണ്. 2-3 പ്രാവശ്യം വെല്ലുവിളി പുള്ളി പുറപ്പെടുവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കൊച്ചുകുട്ടി, ഒരു 4-5 വയസ്സുള്ള കൊച്ചുകുട്ടി കൈവക്കിട്ട് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. ആൾക്കാർ നോക്കിയപ്പോഴത്തേക്ക് അമ്മയുടെ കൈ പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു കൊച്ചി, അവൻ കൈവക്കിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കുഞ്ഞ് അമ്മയുടെ കൈയൊക്കെ വിടുവിച്ച് അങ്ങോട്ട് പോകുന്നു. ആൾക്കാർക്ക് അമ്മേനെ ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇതൊക്കെ എന്തൊരു സ്ത്രീയാണ്, സ്വന്തം കുഞ്ഞിൻ്റെ ജീവിതം വെച്ചാണ് ഇങ്ങനെ കളിക്കുന്നത്. അദ്ദേഹത്തെ ചീത്ത വിളിക്കുന്നു, ഈ കുഞ്ഞിൻ്റെ ജീവിതം വെച്ച് കളിക്കരുത്. ഈ കുഞ്ഞ് വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി ഇദ്ദേഹത്തിൻ്റെ അടുത്തോട്ട് ചെന്നു. ഇദ്ദേഹത്തിൻ്റെ തോളയിലേക്ക് ചാടിക്കയറി, പുറത്ത് നമ്മൾ കുട്ടം കളിക്കുന്ന പോലെ അങ്ങ് ചാടിക്കയറിയിരുന്നു. കൈ രണ്ടും വിട്ടുകൊണ്ട് ഈ കുഞ്ഞിനെയും കൊണ്ട് ഇദ്ദേഹം പോവുകയാണ്. നടുക്കൊക്കെ എത്തിയപ്പോഴത്തേക്ക് കുഞ്ഞും കൈയൊക്കെ വിട്ട് ആഘോഷമായിട്ട് ഇങ്ങനെ വീശി കളിക്കുന്നു, കാലുകൊണ്ട് മാത്രം അള്ളിപ്പിടിച്ചുകൊണ്ട്. എല്ലാവരും ശ്വാസം അടക്കിയിരിക്കുകയാണ്. അക്കരെ എത്തി തിരിച്ച് അദ്ദേഹം ജനങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഇദ്ദേഹത്തെ ആർക്കും വേണ്ട. പിന്നെ പത്രക്കാരും ആൾക്കാരും ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനൊക്കെ ഈ കുഞ്ഞിൻ്റെ കൂടെ എല്ലാവർക്കും കുഞ്ഞിനോട് ചോദിച്ചാൽ മതി. ആൾക്കാർ ചോദിക്കുന്നു, എങ്ങനെ നിനക്ക് ധൈര്യം വന്നു, എങ്ങനെ പോകാൻ തോന്നി, എന്തായിരുന്നു അനുഭവം, നിങ്ങൾക്ക് പേടി തോന്നിയില്ലേ? കൊച്ചു പറയാണ് വളരെ കൂളായിട്ട്, ഞാൻ എന്തിനാ പേടിക്കുന്നത്, എൻ്റെ പപ്പായുടെ കൂടെയാണ് ഞാൻ പോയത്. ഹീസ് മൈ പപ്പ. എൻ്റെ അപ്പൻ്റെ കൂടെ അപ്പൻ്റെ തോളെഴുന്ന് പോകുമ്പോൾ ഞാൻ ഇതിന് പേടിക്കണം. ആൾക്കാർ ഞെട്ടിപ്പോയി. അപ്പൻ്റെ ധൈര്യം, അമ്മയുടെ ധൈര്യം, കുഞ്ഞിൻ്റെ ധൈര്യം. ഇതുതന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമൊഴി ചെറിയ സംസാര വിഷയവും. കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഭയങ്ങളെ എങ്ങനെ മാറ്റാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി പേർക്കും ചെറുപ്പകാലം മുതൽ പല കാര്യങ്ങളിൽ ഭയം കാണും. ചിലവർക്ക് ഇടിവെട്ടായിരിക്കാം, കാറ്റായിരിക്കാം, മഴയായിരിക്കാം, അല്ലെങ്കിൽ പല്ലിയോ പഴുതാരയോ അട്ടയോ. അങ്ങനെ അത് വലുതായി കഴിയുമ്പോൾ ചിലർക്ക് പ്രായമായവർക്ക് പോലും, വലിയ ബോഡി ബിൽഡേഴ്സൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർക്ക് പോലും ചെറിയ പാറ്റനെ കാണുമ്പോൾ പേടിച്ചോടുന്ന കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ഭയത്തെ ബാല്യത്തിൽ തന്നെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം? നമുക്ക് നമ്മുടെ ജോർജേട്ടൻ നിന്ന് തുടങ്ങാം. ജോർജേട്ടാ, 4 കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്നപ്പോഴും കുഞ്ഞായിരുന്നപ്പോഴും ഇപ്പോഴും ഒക്കെ കുറേ ഭയങ്ങളൊക്കെ നമ്മുടെ മേലെ കാണുമല്ലോ. ഈ ഭയം എന്ന വാക്കിന് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? അഭയം. ദൈവത്തിൽ അഭയമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും ഭയം തോന്നുന്നത്. കർത്താവിൽ ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ഈ ഭയത്തിൻ്റെ അടിസ്ഥാനം. ജോർജേട്ടൻ ഇതിനെ ഒന്ന് മനസ്സിലാക്കി തരാമോ, ഒന്ന് വിശദീകരിച്ച് തരാമോ? എനിക്ക് തോന്നുന്നു ഭയത്തെക്കുറിച്ച് ഏറ്റവും ഭംഗിയായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റുമെന്ന്. കാരണം എന്നോളം നല്ല പേടിത്തൊണ്ടൻ ഉണ്ടായിരുന്നിട്ടില്ല. ചെറുപ്പത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയില്ല, ചെറുതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അമ്മയൊക്കെ പറഞ്ഞ് കൂടുതൽ വ്യക്തമായിട്ട് എനിക്കറിയുകയും ചെയ്യാം. ഇടിമുഴങ്ങുന്നതായി എവിടെയെങ്കിലും അകലേന്ന് ഇടിമുഴങ്ങുന്നത് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ അഭയം, അച്ഛൻ പറഞ്ഞ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ, അഭയം കട്ടിലിൻ്റെ കീഴെയായിരുന്നു. കട്ടിലിന് കീഴേ കയറി വിളിച്ചിരിക്കുന്ന ആളായിരുന്നു ഞാൻ. അപ്പോൾ ഭയം. പക്ഷേ ഞാൻ വളർന്നു വരുന്നതിനിടയ്ക്ക് പലപ്പോഴും ഈ ഭയത്തെക്കുറിച്ച് ചിന്തിക്കാനായിട്ടുള്ളൊരു അവസരം എനിക്കുണ്ടായി. അങ്ങനെ ആ ഭയം ഒന്ന് അനലൈസ് ചെയ്യാനിടയായി. അവിടെ എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ അമ്മ, എൻ്റെ ഗ്രാൻഡ്മ എനിക്ക് വലിയൊരു സഹായമായിട്ട് തീർന്നു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അമ്മ അത് പറഞ്ഞു തരുന്ന കാലത്ത് എനിക്കത്ര പിടിയില്ലായിരുന്നെങ്കിലും. എനിക്ക് ഇടി മാത്രമല്ലായിരുന്നു ഭയം, പാമ്പിനെ പേടി, ഈ
മണ്ണരയെ പോലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ പാമ്പെന്ന് പറഞ്ഞ്, ഞാൻ ഹൈ റേഞ്ചിലൊക്കെ ആയിരുന്നുകൊണ്ട് മണ്ണരയില്ലാതെ ജീവിക്കാൻ പറ്റിയില്ല, മണ്ണരയെ തൊടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ ഭയപ്പെട്ടുകൊണ്ട് അപ്പം അന്നൊക്കെ അമ്മ എന്നെ പറഞ്ഞത്, അമ്മേനെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഗ്രാൻഡ്മ വിളിച്ച് എന്നോട് പറഞ്ഞു തരാറുള്ള കാര്യം ഇതാണ്: എടാ, ഇതിനെ ഒന്നും ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല. അമ്മ പറയുന്ന വാക്ക് ഇതാണ്: ചാൺ ഭൂമിക്ക് മുഴം പാമ്പാണ്. എന്ന് വെച്ചാൽ ഒരു ചാൺ ഭൂമി നമ്മൾ അളന്നെടുത്താൽ അതിന് താഴെ ഒരു മുഴം നീളത്തിൽ പാമ്പ് കാണും. അപ്പോൾ അതിനെ ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അതിന് നമുക്കതിൻ്റെ അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്നോട് പറയുന്നത്, എൻ്റെ പേര് ജോർജാണ്. അപ്പോൾ അമ്മ അത് ചേർത്ത് വെച്ച് പറയും, എടാ നീ ഗീവറീസ് പുണ്യാളുടെ മോനാ, നീ എന്തിനാ പാമ്പിനെ പേടിക്കുന്നത്? പേരിൻ്റെ വിശുദ്ധൻ്റെ മാനം കാക്കണമല്ലോ. മാനം കാക്കണമല്ലോ. അവിടെ തൊട്ട് ഞാൻ ആദ്യം പറഞ്ഞാൽ ഞാൻ ഗീവറീസുമായിട്ട്, സെൻറ്റ് ജോർജുമായിട്ടാണ് ഞാൻ ബന്ധത്തിൽ വരുന്നത്. അപ്പോൾ ഞാൻ നാണക്കേടുണ്ടാകാതിരിക്കാൻ എന്നെ കാത്തോണേ എന്നുള്ള ഒരു രീതിയിൽ ക്രമേണ അതെൻ്റെ ഉള്ളിൽ വന്നു. അവിടെ നിന്ന് എനിക്കൊരു വളർച്ചയുണ്ടായി. അവിടുന്ന് ഞാൻ ക്രമേണ മനസ്സിലാക്കിയൊരു കാര്യം, ഈ ഭയം നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. അച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെ ഞാൻ മനസ്സിലാക്കിയത്. ആ ഭയമില്ലാത്തത് കൊണ്ടാണ്. ഗീവറീസിനെ അഭയം കിട്ടിയപ്പോൾ പാമ്പിൻ്റെ പിടിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ദൈവത്തിൽ അഭയം കണ്ടെത്താൻ തുടങ്ങിയപ്പോൾ ഇടിമുഴക്കത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. ഇത് ഞാൻ പറയുമ്പോൾ വേറെ ഒരു ചെറിയൊരു കാര്യം കൂടെ ഇതിനിടയ്ക്ക് സൂചിപ്പിക്കണമെന്നുണ്ട്. കാരണം ഇതിനിടയ്ക്ക് ഞാൻ നവീകരണത്തിലേക്ക് വന്നപ്പം എനിക്ക് മനസ്സിലായി, ഇതിൻ്റെയൊക്കെ തുടക്കം എപ്പോഴും നമ്മൾ അറിഞ്ഞറിയാതെ അറിഞ്ഞ് ബോധപൂർവ്വം ഒന്നും ആയിരിക്കണമെന്നൊന്നും ഇല്ല. അറിയില്ല എവിടുന്നാണ് എനിക്ക് ഇടിമുഴക്കത്തോട് ഭയം ഉണ്ടായതെന്ന് വെച്ചാൽ അറിയില്ല. ഇത് നവീകരണത്തിലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾക്കറിയത്തില്ലാത്തൊരു ഭൂതകാലം നമുക്കുണ്ട്. ഒരുപക്ഷെ അത് അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്ന കാലം മുതൽ കാലഘട്ടത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ, ഇതൊക്കെയും പണ്ട് നമുക്ക് അറിയത്തില്ലാത്ത കാര്യമൊന്നുമല്ല. നമ്മളിങ്ങനെ ആയിരുന്നു അതിനെ കണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ഗർഭിണികൾ ഇടിമുഴക്കമുള്ളിടത്തുനിന്ന് ഇറങ്ങി വന്ന് നിൽക്കരുതെന്ന് അമ്മമാർ പറയും. വെടിക്കെട്ട് നടത്തുന്നിടത്തൊന്നും പോകരുത്. സന്ധ്യയായി കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങരുത്. ഇതിനൊക്കെ അവർ പറയുന്ന കാരണങ്ങൾ വേറെ വല്ലതൊക്കെയാണ്. ഇത് നമ്മൾ അന്ധവിശ്വാസം എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യും. സത്യം എന്താണെന്ന് വെച്ചാൽ, അരണ്ട വെളിച്ചത്തിൽ നമ്മൾ പുറത്തോട്ടിറങ്ങി കഴിഞ്ഞാൽ ഒരു കയറ് കണ്ടാലും പാമ്പാണെന്ന് തോന്നാം. എല്ലാം അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ പേടിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് പൂർവികന്മാരങ്ങനെ പറഞ്ഞു വെച്ചത്. കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു വെച്ചത്. അപ്പം അവിടം തൊട്ട് നമുക്ക് കയറാം. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഭാഗ്യവശാൽ എൻ്റെ ഭാര്യയും എനിക്ക് ചേരുന്നത് തന്നെയായിരുന്നു. ഇടിമുഴക്കമെന്ന് കേൾക്കുമ്പോൾ അകത്ത് കയറി വിളിക്കുന്ന കക്ഷി എന്നോടും ഇല്ലായിരുന്നു കേട്ടോ. വീടിനകത്തോട് കയറി നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനോട് പറയാൻ, നീ എന്താണെന്ന് വേണ്ട, ഒരു കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ, കുഞ്ഞ് നിൻ്റെ ഉദരത്തിലുണ്ടാകുന്നതിന് മുമ്പേ നീ ഇത് മാറ്റിയേക്കണം. നമ്മൾ പഠിച്ച തിയറിയൊക്കെ നമ്മൾ പ്രാക്ടിക്കലാക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, വാ. ഫിസിക്സ് ഞാൻ പറഞ്ഞു കൊടുത്തു, ഇടിവെട്ടൽ ഇതാണ്. നമുക്ക് ആർക്കും അതിൻ്റെ മേൽ ഇന്ന് വരെ മനുഷ്യന് നിയന്ത്രണമൊന്നും ഇട്ടില്ല. അത് വളരെ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില സംവിധാനങ്ങളിലൂടെ മാത്രമേ വളരെ കുറഞ്ഞ ഒരു സ്ഥലം മാത്രം സേഫാക്കി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അല്ലാതെ ഒരു മുറി പോലെ വിശാലമായ സ്ഥലമൊന്നും സേഫാക്കി എടുക്കാൻ അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ എല്ലാം ദൈവത്തിൻ്റെ കയ്യില്ല. രണ്ടുപേരും ഒരുമിച്ചിരിക്കുമ്പോൾ തൊട്ട് അടുത്തിരിക്കുന്നവൻ കരിഞ്ഞു പോവുകയും മറ്റോ ചുമ്മാ ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഈ ഭയവുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ നിങ്ങൾ എങ്ങനെയാണ് ടാക്കിൾ ചെയ്തിരിക്കുന്നത്? എപ്പോഴും എനിക്ക് തോന്നുന്നു, ഇപ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞ ആ ഒരു കണ്ടിന്യൂഷൻ തന്നെയായിട്ട് നോക്കുകയാണെങ്കിൽ, ആ ഒരു ഇടിവെട്ട് ഞങ്ങൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഇടിവെട്ട് തന്നെയാണല്ലോ. അതെ, അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മക്കൾക്കാണെങ്കിൽ ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് വൈഫ് 4ാമത്തെ പ്രഗ്നൻസിക്ക് നാട്ടിലേക്ക് പോയ സമയത്ത് 3 പേരുണ്ട് എൻ്റെ കൂടെ. ഞാൻ 3 പേരായിട്ടായിരുന്നു ആ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വളരെ വലിയൊരു ഇടിവെട്ടുണ്ടായി. ഇടിവെട്ടെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 3/4 മണിക്കൂറോളം ആ ഒരു ഇടിവെട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് മക്കൾ ഓടി എൻ്റെ അടുത്ത് വന്ന് കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂത്ത മോള് കരയാൻ തുടങ്ങിയപ്പോൾ ബാക്കിയുള്ളവരും കൺട്രോൾ പോയി, എല്ലാവരും കൂട്ടക്കരച്ചിലായി. അപ്പോൾ എൻ്റെ കൂടെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് ബെഡിൽ കിടക്കുകയാണ്, കെട്ടിപ്പിടിച്ച് കുറേ നേരം ഇരുന്ന് സ്തുതിച്ചപ്പോൾ സാവധാനത്തിൽ, വളരെ സാവധാനത്തിൽ ആ ഒരു കരച്ചിൽ ഒന്ന് കുറയുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ ഇടിവെട്ടും പ്രകൃതിയും ഒന്ന് ശാന്തമായി. അന്ന് മുതൽ ഞാൻ പിന്നീട് ശ്രദ്ധിക്കുന്ന ഒരു സംഭവം ഇതാണ്, അവർക്ക് ആ ഇടിവെട്ടിനെ കുറിച്ച് സാവധാനത്തിൽ ആ ഒരു പേടി മാറി. ഇപ്പോൾ ജോർജ് ഏട്ടൻ പറഞ്ഞ മാതിരി അവർക്കൊന്ന് പുറത്ത് ഇറങ്ങാനും ഇടിവെട്ട് കാണാനും അവരും ഹാപ്പിയാണ്. ഇപ്പോൾ ആഗ്രഹമുണ്ട്. ഇപ്പോൾ അതിനെക്കുറിച്ചൊരു പേടി മാറി. ഇങ്ങനെ ഈ ഭയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സഭയിലുള്ള ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് മാലാഖമാരുടെ സംരക്ഷണമാണല്ലോ, കാവൽ മാലാഖമാരുടെ. ഒരു അമ്മ പറഞ്ഞതിന് ഓർക്കുന്നുണ്ട്, ചെറുപ്പക്കാരിയായ അമ്മ. കുഞ്ഞ് വളരെ ഊർജ്ജസ്വലതയുള്ള കുഞ്ഞാണ്, എല്ലായിടത്തും ഓടി നടന്ന് തകർത്ത് തരിപ്പണാക്കുന്നൊരു കുഞ്ഞാണ്. രാത്രി അവൻ പേടിയാണ്, ഒറ്റയ്ക്ക് കിടക്കത്തില്ല.
അപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര പ്രാർത്ഥിച്ച് കാവൽ മാലാഖനെ കൂട്ടി വിളിച്ചും ഈശ്വരനെ കൂട്ടി വിളിച്ചൊക്കെ സ്കൂളിൽ പോകുന്ന കൊച്ചാണ്. പക്ഷേ രാത്രിയാകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇരുട്ടൊക്കെ ആവുന്ന പറഞ്ഞാൽ ലൈറ്റ് ഇട്ട് കിടക്കണം, അല്ലെങ്കിൽ അമ്മ കൂടെ വന്ന് കിടക്കണം. അപ്പോൾ അമ്മ വന്നിട്ട് മോക്കൊരു കുഞ്ഞ് ക്ലാസ് എടുത്ത് കൊടുക്കണേ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ്. നമ്മളെ നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ പേടിയുണ്ടോ? ഇല്ല. എന്നാ ഈശോ കൂടെ വരുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കളിക്കാൻ പോകുമ്പോൾ പേടിയുണ്ടോ? ഇല്ലില്ല, കാവൽ മാലാഖ കൂടെ വരുന്നുണ്ടല്ലോ. പിന്നെ ഉറങ്ങാൻ പോകുമ്പോൾ എന്നാ പ്രശ്നം? ഉറങ്ങാൻ പോകുമ്പോൾ ഇവരെല്ലാം കൂടെ ഉറങ്ങാൻ വന്നോളും. എന്നിട്ട് അമ്മ പറയുകയാണ്, ത്രിത്വം കൂടെ വരും, പിതാവായ വലതുഭാഗത്തിരിക്കും, പുത്രനായ ദൈവം എന്ന് മേളിൽ പറന്നു നിൽക്കും, ഈശോ ഇപ്പുറം ഇരിക്കും, മാതാവ് മുമ്പിലിരിക്കും, ഔസേപ്പ് പിതാവ് പുറകെ ഇരിക്കും, വിശുദ്ധരെല്ലാം വന്ന് ഇങ്ങനെ ജനലയിലും വാതിലയിലും കസേരയിലൊക്കെ കൂട്ടിരിക്കും. അപ്പം പിന്നെ മോളെന്തിനാ അടിക്കും? നമ്മളൊന്ന് കണ്ണടച്ചൊന്ന് കണ്ടേ. കൊച്ചു കൊണ്ട് മുഖമൊക്കെ അങ്ങ് വിളരാൻ തുടങ്ങി, സന്തോഷം കൊണ്ട് അങ്ങ് പൂക്കാൻ തുടങ്ങി. മൊത്തം എല്ലാവരും ചുറ്റും ഇരിക്കുന്നത് വിടർന്ന് ഉറങ്ങിപ്പോയി. പറയുകയാണ്, ഇപ്പോൾ എൻ്റെ കൊച്ചിൽ ഒരു കുഴപ്പമില്ല, എത്ര നേരം വേണമല്ലോ ഒരുമിച്ച് ഒറ്റയ്ക്ക് മുറിയിരിക്കാനോ ഒരു പ്രശ്നമില്ലെന്ന്. നിങ്ങൾക്ക് അങ്ങനെ ഈ കാവൽ മാലാഖയുടെ കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വന്ന അനുഭവങ്ങൾ എന്തെങ്കിലും പറഞ്ഞു? തീർച്ചയായിട്ടും. അത് ഞങ്ങൾ 4ാമത്തെ മോൻ ജെറും, അവൻ ഇതുപോലെ തന്നെ 4ാമത്തെ 5ാമത്തെ പ്രഗ്നൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അത്ര ഒരു ഊഷ്മളായിട്ടുള്ളൊരു സ്വീകരണമൊന്നും അല്ല നമുക്ക് കിട്ടാൻ. അപ്പൊ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു ഡെലിവറിയുടെ സമയമൊക്കെ ആയപ്പോഴേക്കും. ഇത് എൻ്റെ മോനിലേക്കും ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ അവനും ഇടിവെട്ടും മഴ കാറ്റ് ശക്തമായ കാറ്റൊക്കെ ആയാൽ പിന്നെ അവൻ എൻ്റെ അടുത്തുനിന്ന് മാറില്ല. അതുകൊണ്ട് ഇവൻ ചുറ്റും ഇങ്ങനെ എൻ്റെ ചുറ്റിപ്പിടിച്ച് മടിയിൽ കയറിയിരുന്ന്, അതെ, പിന്നെ ഇങ്ങനെ നമ്മൾ അവനെ ആശ്വസിപ്പിക്കണം. അപ്പം നമുക്കൊരു സ്ഥലത്തേക്ക് അനങ്ങാനോ ബാക്കിയുള്ളൊരു കാര്യങ്ങൾ ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇവനോട് പതുക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ ചുറ്റിനും മാലാഖമാരുണ്ട്, കാവൽ മാലാഖയാണ് നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അപ്പോൾ ഉറങ്ങുമ്പോഴായാലും ഒറ്റയ്ക്കായാലും ഇവന് പേടിയാണ്. ഞാൻ ചെന്ന് കിടക്കാതെ ഇവന് ഉറങ്ങില്ല. അപ്പം ഇങ്ങനെ നമ്മൾ ഞാനൊക്കെ ചെറുതിലേ ഉള്ള കേട്ട് പഠിച്ചിട്ടില്ല, ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ എന്നുള്ള പാട്ട്, അതെ, അത് ഇങ്ങനെ കന്യക മാതാവും ആ ലൈൻ ഞാൻ 2-3 പ്രാവശ്യം പാടും. അപ്പം മാതാവും മാലാഖ ഉണ്ടല്ലോ, അതെ ഉണ്ട്. അപ്പം അത് പറയും. മാലാഖമാരുടെ കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഈ കാവൽ മാലാഖയുടെയാണ് വലിയ സംരക്ഷണം അവന് കൂടുതലായിട്ട് കൊടുക്കുന്നത്. ഇതൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി പേടിക്കാനൊന്നുമില്ല. അപ്പൊ അവൻ പതുക്കെ ഇനിയിപ്പൊ ഞാൻ ഉറങ്ങാൻ പോവാ, മാലാഖ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടല്ലോ അല്ലേ, മാതാവിന്റെ ഇപ്പുറത്തുണ്ടല്ലോ അല്ലേ, ഇങ്ങനെ നമ്മളോട് തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞ് സ്റ്റെയർ കേസ് കയറി ഇവർ മുകളിലേക്ക് പോകുമ്പോ ചെറിയോന് കുഞ്ഞാളെ വിളിച്ചുകൊണ്ട് പറയാ, മോനെ ചേട്ടന്റെ കൂടെ പോരെ, മാലാഖ ചേട്ടന്റെ ഒപ്പം ഉണ്ട്, മോനെയും കാത്തോളും, മോനും പോരെ. അതെ, രണ്ടുപേരും 4ാമനും 5ാമനും കൂടി അങ്ങനെ ഒരുമിച്ച് മുകളിൽ കയറാനായിട്ട് അവർക്കൊരു പേര്. അല്ലെങ്കിൽ വൈകുന്നേരം ആയി കഴിഞ്ഞ പിന്നെ മുകളിലേക്ക് കയറാൻ അവർക്ക് മടിയാണ്. പണ്ട് ഇവിടെ നമ്മുടെ സുനിൽ സാറ് ചേച്ചിയായിട്ട് ഇവിടെ വന്ന് ഷെയർ ചെയ്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു സംഭവം, അവരുടെ 4ാമത്തെ പെൺകുട്ടിയാണ്, 5ാമത്തെ പെൺകുട്ടി, അവർക്ക് 6 മക്കളാണ്. 5ാമത്തെ പെൺകുട്ടി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾ ഇച്ചിരി സംസാരമൊക്കെ വെച്ച് കുറച്ചുള്ള കുട്ടിയാണ്. ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോഴും ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോഴത്തേക്ക് ഈ 3 ചേട്ടന്മാരുണ്ടേ, അവർക്ക് ഇച്ചിരി പേടിയൊക്കെ ഉണ്ട് ഇരുട്ടത്ത് മേളിലേക്ക് പോകാൻ. അപ്പോൾ ഇവള് കൂടുതൽ ചോദിക്കും, ഇളയവൾ വിളിച്ചും ഞാൻ കൂടെ വരാന്നേ, കാവൽമാല കൂടെ ഉണ്ടല്ലോ, നമ്മളതിനെ പേടിക്കുന്നത്. ഇവളാണ് ചേട്ടന്മാരെ വിളിച്ചിട്ട് മേളിൽ സ്റ്റെപ്പ് കയറി പോകുന്നത്. അതുപോലെ തന്നെ മോൻ അങ്ങനെ ചെറിയ ആളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ മൂത്ത മോൾ ഇതുപോലെ തന്നെ പലപ്പോഴും ബസ്സിലൊക്കെ തന്നെ ഒറ്റയ്ക്കൊക്കെ പോകാനായിട്ട് ആദ്യമൊക്കെ ഇച്ചിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയും, മോളെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, മോള് കൊന്ത ചൊല്ലി എത്രയും തല മാതാവെയൊക്കെ ചൊല്ലി അങ്ങോട്ട് പൊക്കോ, പെട്ടെന്ന് ബസ് കിട്ടിക്കോളും, ഈശോ കാത്തോളും, നീ പേടിക്കൊന്നും വേണ്ട, കാവൽമാല എപ്പോഴും കൂടെ ഉണ്ട്. പിന്നെ അവൾ അങ്ങനെ ധൈര്യമായിട്ട് ഒരു സ്ഥലത്ത് പോകാനൊക്കെ ആദ്യമൊക്കെ നമ്മളുടെ കൂടെയൊക്കെ എപ്പോഴും പോയി അവർക്കൊരു ശീലമാകുന്നവരെ ഇപ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവർ സുഖമായിട്ട് മാതാവിൻ്റെ സംരക്ഷണമൊക്കെ അപേക്ഷിച്ച് അങ്ങനെ. നമുക്ക് ഈ ക്രിസ്ത്യാനിറ്റികൾ, നമുക്ക് കത്തോലിക്കർക്കുള്ള ഏറ്റവും വലിയ സംരക്ഷണമാണത്. കുരിശ്, തിരുരക്തം, ഹന്നാം വെള്ളം, മാലാഖമാർ, വിശുദ്ധര്, ഇത്രയും നിറച്ച് ഒരു സ്പിരിച്വൽ ടൂൾസ് ഉള്ളൊരു ഫാക്ടറിയാണ് സഭ. നമ്മളെന്ന് പറഞ്ഞാൽ എല്ലാം കയ്യിലുണ്ടായിട്ട് ടൂൾസ് ഒന്നും ഉപയോഗിക്കാതെ പേടിച്ചരണ്ട് വഴിയിലൂടെ നടന്നു പോകുന്ന മനുഷ്യർ നമ്മൾ. എന്നാലും ഞാൻ പേടിച്ചേ അടങ്ങും. അതെ, നമ്മൾ പേടി നമ്മുടെ സ്ഥായി ഭാവമായിട്ട് ഇത്രയും സംരക്ഷണം ചുറ്റുമുള്ള വേറൊരു തലമുറയില്ല. അങ്ങനെ നല്ല പഴയ നിയമം പറഞ്ഞത്, ഇത്രയും അനുഗ്രഹീതമായ വേറെ ഏത് തലമുറയാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് തിരുവചനം തുടർച്ചയായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ ബലവും മക്കൾക്ക് ഇങ്ങനെ നിങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ച അനുഭവങ്ങളൊക്കെ കുടുംബത്തിൽ ഉറപ്പായിട്ട് കാണുമല്ലോ? തീർച്ചയായിട്ടും. അത് മൂത്ത ആള് ചെറുതായിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചേച്ചിമാരുടെ കൂടെ ഒരു സിനിമയ്ക്ക് പോയി.
അത് എന്തോ സ്കൂളിൽ നിന്ന് അവർ കാണിച്ച ഒരു ഫിലിമായിരുന്നു. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഈ സ്ട്രീറ്റിലെ പിള്ളേരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നതും പൊള്ളിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവള് കണ്ടു. അപ്പോൾ ഇത് കണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മുതൽ ഇവൾക്ക് ഒരു ചെറിയൊരു പേടി, തന്നെ കിടക്കാനും അങ്ങനെയൊക്കെ. നേരത്തെ മൂത്ത ഒരു രണ്ടുപേരും ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഇവൾക്ക് ഇതിങ്ങനെ പേടിയാകുമ്പോൾ ഇവൾ ഓടി അടുത്തേക്ക് വരും, ഞങ്ങളുടെ അടുത്തേക്ക് വരും. പിന്നെ ഇവൾ കരയാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ നമ്മൾ ഇതുപോലെ തന്നെ ഈശോയുടെ തിരുരക്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. തലയിൽ എന്നും സ്ഥിരമായിട്ട് തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് പറയും, മോളെ ഒന്നും കൊണ്ടും പേടിക്കണ്ട, അതൊക്കെ സിനിമയാണ്. നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയൊന്നും സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന സംഭവം നമ്മളങ്ങനെ പ്രാർത്ഥിച്ചു പോയാൽ നമുക്ക് ഇങ്ങനെയൊന്നും ഒരു കാര്യങ്ങളും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക. എന്നും ഞങ്ങൾ അവളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം എന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഇപ്പോൾ ഒരു പ്രശ്നമില്ല, സുഖമായിട്ട് അവൾ തന്നെയാണ് കുഞ്ഞു പിള്ളേരെ ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് ആ ഒരു സംഭവം അവളിൽ നിന്ന് കുഞ്ഞു മക്കളിലേക്കും എപ്പോഴും ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ ഉറങ്ങുമ്പോൾ നീ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ചേച്ചി ഇവിടെ അടുത്തുണ്ട്, ചേച്ചി അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ആ ഒരു മെസ്സേജ് അവർ എപ്പോഴും ഇങ്ങനെ ഇങ്ങനെ എന്താണ് പറയുക, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ചെറിയവരിലേക്ക് അവർ തന്നെ കൊടുക്കുന്നു. ഭയങ്കര ഒരു മെസ്സേജാണ് ചേച്ചി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുഞ്ഞുങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുക, ശക്തനായ ദൈവമുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ വീട്ടിലെ ഭിത്തിയിൽ എഴുതി വെച്ചൊരു സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. ആദ്യം എഴുതിയിരിക്കുന്നു, ഓ മൈ ഗോഡ് ഐ ഹാവ് എ പ്രോബ്ലം. എന്നിട്ട് അത് വെട്ടിയിട്ടേക്കുവാണ്. താഴെ എഴുതി വെച്ചേക്കാണ്, ഓ മൈ പ്രോബ്ലം ഐ ഹാവ് എ ബിഗ് ഗോഡ്. ഇതാണ് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം. നമ്മളെപ്പോഴും പറഞ്ഞു, ഓ ദൈവം വലിയ പ്രശ്നമുണ്ട്, പേടിയായി. തിരിച്ചാൽ പറയണ്ട, ഓ എൻ്റെ പ്രശ്നമേ, എനിക്ക് വലിയൊരു ദൈവമുണ്ട്. ഇതിനേക്കാൾ വലിയൊരു സുവിശേഷം പിള്ളേർക്ക് കുഞ്ഞിനെ കിട്ടാനില്ല. കാരണം ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു പേടിയില്ല ശരിക്കും പറഞ്ഞ്, അല്ലെങ്കിൽ കളിച്ച് കിടക്കുന്ന കൊച്ചിന് ഒരു പേടിയില്ല. നമ്മളൊരു പുറത്തുനിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, അതൊക്കെ പേടിക്കേണ്ട കാര്യങ്ങളാണ്, കുറേ പ്രശ്നങ്ങളൊക്കെ ആണെന്ന് പറഞ്ഞ് ഈ കൊച്ചിനെ പേടിപ്പിക്കും നമ്മളങ്ങോട്ട്. അതായത് നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ കുറവ് തന്നെയാണ് നല്ലൊരു ശതമാനം പേടിയുടെയും വലിയൊരു ആധാരമായിട്ട് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിശ്വാസവും പേടിയും തമ്മിൽ ബന്ധപ്പെടുത്തി എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഞാനതൊന്ന് പറയാം, ഞാൻ ചോദിച്ചില്ലെങ്കിലും ഇടിച്ചു കയറി പറയണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. കാരണം എൻ്റെ ബോധ്യം, ഞാൻ എൻ്റെ പിള്ളേർക്കും ഒരല്പം പ്രായമായി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സാഹചര്യത്തെ, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മാത്രമല്ല, ഒറ്റയ്ക്ക് ബസ്സിൽ ദൂരെ യാത്ര ചെയ്യാൻ, ട്രെയിനിൽ വേറൊരു സ്ഥലത്ത് പോയി ഇറങ്ങാൻ, പ്രധാനപ്പെട്ട കാര്യമാണ്. പിള്ളേർ വലുതായി കൂടി വരുമ്പോഴത്തേക്ക് കൂടുതൽ എല്ലാം, പിന്നെ നമുക്ക് കേൾക്കുന്ന വാർത്തകൾ, ഇതൊക്കെ അവരുടെ പേടിയെ ഒരുപക്ഷെ ഉപോത്ബലകമായിട്ട് ഇരട്ടിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ മനസ്സിലാക്കി കൊടുക്കേണ്ട എനിക്ക് തോന്നുന്നു ഇച്ചിരി ബേസിക്കായിട്ട് നമ്മൾ കാര്യങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കണം. അപ്പം ഞാൻ എൻ്റെ ഭയവുമായിട്ടുള്ള ഗുസ്തിയുടെ വർഷങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു യാഥാർത്ഥ്യം, ബൈബിളിൽ നിന്ന് തന്നെയൊക്കെ പലപ്പോഴായി ഞാൻ കണ്ടെത്തിയൊരു യാഥാർത്ഥ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സൃഷ്ടികളെക്കാളും ഔന്നത്യവും അധികാരവും മനുഷ്യനുണ്ട്, മാലാഖമാരേക്കാൾ അധികമായി. ഒരു പടി മുകളിൽ. കാരണം ഒരു മാലാഖയും ദൈവം മകനെ എന്ന് വിളിച്ചിട്ടില്ല. ഒരു മാലാഖയും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ശരിക്കും വാസ്തവത്തിൽ മാലാഖമാരെ കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അവർ നമ്മളുടെ സേവകാത്മാക്കളല്ലയോ. അപ്പോൾ തൻ്റെ മക്കളെ ഇതുപോലെ വളർത്തിക്കൊണ്ടുവരാനും അവരെ പരിപാലിക്കാനും അവരുടെ കൂടെ നിൽക്കാനും മാലാഖയെ ദൈവം ഏർപ്പാടാക്കിയിരിക്കുക. കാരണം നമുക്ക് അത്രയ്ക്ക് വില ദൈവം കൊടുക്കുന്നുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കാര്യം ജോർജേട്ടൻ പറഞ്ഞു. ഒന്ന്, പുത്രന്റെ അധികാരം നമുക്കുണ്ട്, മക്കളുടെ അധികാരം നമ്മൾ ഉറപ്പായിട്ട് വിശ്വസിച്ചുകൊണ്ടാണ്. രണ്ട്, അപ്പൻ നമുക്ക് ചുറ്റും നിറച്ച ആൾക്കാരെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ നമ്മൾ രാജകീയ മക്കളാകുന്നേക്കാളും വലിയൊരു തകരാറ് എന്നതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട തകരാറ് ഞാൻ ഇതിന് യോഗ്യനല്ല എന്നുള്ളൊരു തോന്നൽ. ഇതാണ് ഇതിനകത്തെ പ്രധാനം. അതിനെയാണ് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന കാര്യത്തിൽ നമുക്ക് ഇടർച്ച വരുത്തുന്ന എന്തൊന്നാണോ അതിൻ്റെ പേരാണ് പാപം. യേശു എന്നെ വീണ്ടെടുത്തു, ഇനി എൻ്റെ പാപങ്ങൾ എൻ്റെ പ്രശ്നമല്ല, നിൻ്റെ പ്രശ്നമല്ല. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല. ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് കുരിശ്, ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ് ആനാം വെള്ളം, ഇതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബൈബിൾ. ഇതെല്ലാം ഈ യേശു കേന്ദ്രീകൃതമാണ്. യേശു ഉണ്ട് എന്നുള്ളതിൻ്റെ എനിക്ക് കാണാവുന്ന, തൊടാവുന്ന, സ്പർശിക്കാവുന്ന കാര്യങ്ങളാണ് ഇതല്ല. ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ വാസ്തവത്തിൽ യേശു എനിക്ക് നേടിത്തന്ന രക്ഷ, അതായത് ഭയത്തിലേക്കും ദൈവത്തിൻ്റെ പിതൃത്വത്തിനെ കുറിച്ചുള്ള സംശയത്തിലേക്കുമൊക്കെ നമ്മളെ എത്തിച്ച ആ ഭയത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ നമ്മൾ വിമോചിതരാ. ഈ ബോധ്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ജോർജേട്ടൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ ഓർക്കുകയായിരുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ഒരു വീട് ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന സെമിത്തേരിയുടെ തൊട്ടടുത്താണ്.
സിമിത്തേരിയുടെ അടുത്താണ് നിങ്ങൾ വീട് വെച്ചേക്കുന്നത്. അതാണ് ഏറ്റവും അടുത്താണ്. പറ്റിയ സ്ഥലമാണ്. അപ്പോൾ നമ്മള് എളുപ്പമുണ്ടെന്നോ? അല്ല, പോകാനുള്ള സ്ഥലത്തിന് അടുത്താണ് ഒരു ഓർമ്മയിലൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ കുടുംബപരമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥലം അതാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നാളുകൾ ഇങ്ങനെ കാത്തു നിന്നു, ഞങ്ങൾ അതവിടെ വെക്കണോ വെക്കേണ്ടയോ അതോ വേറെ. ചേട്ടൻ പുറത്ത് വർക്ക് ചെയ്യും, ചേച്ചിയും കുഞ്ഞുങ്ങൾ വീട്ടൊറ്റയ്ക്ക് താമസിക്കല്ലേ? അതെ, ഇപ്പോ അവര് ഒറ്റയ്ക്കാണ്. സിമിത്തേരിയുടെ ഏറ്റവും അടുത്താണ്. പേടിയെ പറ്റി പറയാൻ പറ്റിയ ആൾക്കാരാ. അപ്പോൾ നാട്ടുകാരൊക്കെ ചോദിക്കും, മക്കളെ നിങ്ങൾക്ക് ഇവിടെ സ്ഥലം കിട്ടിയുള്ളൂ. ആംബിയൻസ് ഉണ്ടല്ലോ. അതെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു സിസ്റ്ററായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിസ്റ്റർ പറയായിരുന്നു, നിങ്ങൾ സകല വിശുദ്ധരുടെ ഒരു ലുത്തീനെ ഒരു 3 മാസം ചെല്ല്, അത് കഴിയുമ്പോൾ തമ്പുരാൻ എല്ലാം ഒരു ഫൗണ്ടേഷൻ ഇട്ട്. അങ്ങനെ ഞങ്ങളൊരു 3 മാസം ചെല്ലിയതിന് ശേഷം സിസ്റ്ററോട് വീണ്ടും പോയി ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് പ്രാർത്ഥിച്ച് പറഞ്ഞു, കറക്റ്റ് സമയമാണ്, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. ഇതൊക്കെ ഞങ്ങൾ ഒരുക്കുകയായിരുന്നു. ഞാൻ മുന്നേ പറഞ്ഞ ആ ഇടിവെട്ടും അല്ലെങ്കിൽ മക്കളെ ആ ഒരു ഫോർമേഷൻ ഭാര്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതും എല്ലാം ഒരു ഒരുക്കമായിരുന്നു അവിടെ ആ ഒരു ഏരിയയിൽ ഞങ്ങളുടെ കാല് ഉറപ്പിക്കാനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മൂത്ത മകളുടെ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ സെമിത്തേരിയുടെ സൈഡിൽ കൂടെ പോയിട്ട് ഞങ്ങൾക്കൊരു 25 മീറ്റർ മുന്നോട്ട് പോയാലാണ് ആ ഗേറ്റിൻ്റെ അടുത്ത് എത്തുക. രാത്രി 8 മണി 9 മണി ആയാലും മോളെ ഗേറ്റ് അടച്ചില്ല എന്ന് പറഞ്ഞാൽ അവളൊരു ടോർച്ചും കൊണ്ട് അവൾക്ക് ഒറ്റയ്ക്കാണെങ്കിലും അവിടെ പോയിട്ട് ഗേറ്റ് അടച്ചിട്ട് പോരും. ചേച്ചിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല അങ്ങനെ സെമിത്തേരിയുടെ സൈഡിൽ താമസിക്കാനായിട്ട്? ആദ്യമൊക്കെ ഞാൻ ചെറുതൊക്കെ ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് സിംസ്തേരിയുടെ ആ സൈഡ് വഴിയുള്ള മതിലിൻ്റെ അപ്പുറത്തേടെ പോയാൽ വേഗത്തിൽ വീട്ടിലെത്താം. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പള്ളിയുടെ ഗേറ്റ് കഴിഞ്ഞാൽ ഒറ്റ ഓട്ടമാണ്, ഒറ്റ ഓട്ടം ആ ഇത് എത്തി അവസാനിക്കുന്നവരാണ്. പിന്നെ വീടുകളുണ്ട്. അങ്ങനെയായിരുന്നു ഞാനൊക്കെ ചെറുതില്ലേ. പക്ഷേ ഇവിടെ വെച്ച് ആദ്യം അതൊക്കെ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, അവിടെ വീട് വെക്കണം വേണ്ട എന്നൊക്കെ വിചാരിച്ചു. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഒരു എസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ തീരുമാനിച്ചു അവിടെ തന്നെയാണ് നമ്മൾ വീട് വെക്കുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ ഒരു പേടിയൊന്നുമില്ല. അതെ, പിന്നെ എപ്പോഴും എല്ലാവരും ചോദിക്കും, എങ്ങനെ നിങ്ങൾ ഇവിടെ താമസിക്കുന്നത്? പിന്നെ തീർച്ചയായിട്ടും കാണുന്നവരൊക്കെ ചോദിക്കും. ഞാൻ പറയും, ഇവിടുത്തെ ബഹളം കേട്ട് അങ്ങനെ അവിടെ ഉള്ളവർ ചിലപ്പോൾ പേടിച്ചു ഓടിയെങ്കിലേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ലെന്ന് പറയും. നമ്മൾ അതിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കാറുമില്ല. പിന്നെ ഒരു രസകരമായ സംഭവം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ക്രിസ്മസ് ഞങ്ങൾ ആദ്യമായിട്ട് അവിടെ താമസിച്ച് വർഷം പിള്ളേരിങ്ങനെ റെഡി ആയിട്ടിരിക്കുക, കരോളൊക്കെ വരുന്നുണ്ട്, ഒച്ച കേൾക്കുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ മാത്രം ഇവർ വന്നില്ല. കൊച്ചു പിള്ളേരാണ്, ആൾത്താര പിള്ളേരാണ്. അപ്പൊ ഇവർക്ക് പേടിയാ ഇവിടുന്ന് അകത്തോട്ട് വരാനായിട്ട്. ഞങ്ങളുടെ പിള്ളേർക്ക് ഭയങ്കര സങ്കടമായി. കാരണം ഇവര് റെഡിയായി പാട്ടൊക്കെ പാടാൻ റെഡി ആയിരിക്കുന്നു, നേർച്ചയൊക്കെ റെഡിയാക്കി വെച്ച് ഇവർ റെഡി ആയിരിക്കുക. പിന്നെ ഞാനിങ്ങനെ ആശ്വസിപ്പിക്കുക ഇവർ ഇത് കഴിഞ്ഞ് ഇവർ വരാതെ ആയി കഴിഞ്ഞപ്പോൾ സാരമില്ല. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ ചെന്നൈക്ക് ക്രിസ്മസിന് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കരോളൊക്കെ കൂടി അവർ ഹാപ്പിയായി. പക്ഷെ ആ ഒരു സംഭവം പിള്ളേർക്ക് വരെ ചിലപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരാനുള്ളൊരു പേടി. പക്ഷെ നമ്മളുടെ പിള്ളേർക്ക് അതിനെക്കുറിച്ച് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. കാരണം അവർ വളരെ യൂസ്ഡായി, അവര് അതിനെക്കുറിച്ച് അവര് ചിന്തിക്കുന്ന പോലില്ല. അതെ, അഭയത്തിന്റെ ആംബിയൻസ് ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഭയം കയറി വരാൻ സമ്മതിക്കുന്നില്ല. അതെ അതെ, അവർക്ക് അങ്ങനെ പേടിയൊന്നും. ഈ ഭയമായിട്ടുള്ള മേഖലയിൽ പിള്ളേർക്ക് പേടിയുള്ള പിള്ളേർക്കൊക്കെ ഒത്തിരി മാതാപിതാക്കള് പരീക്ഷിച്ച് വിജയിച്ച ഒരു ആത്മീയമായ കാര്യമാണ് വചനം പഠിപ്പിക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അങ്ങനെ വചനത്തിൻ്റെ അനുഭവങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാനായിട്ടുണ്ടോ? മക്കളെ വചനം പഠിപ്പിച്ച് ഈ പേടിയുടെ മേഖലയിൽ വിജയം നേടിയതിൻ്റെ? ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ വചനങ്ങൾ ഇപ്പോൾ സ്പെസിഫിക്കലി ആ ഒരു വചനമല്ല, ഞങ്ങൾ വീട്ടിൽ ഉറക്കെ ചെല്ലാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഇത് അവരുടെ ഉള്ളിൽ ഓൾമോസ്റ്റ് അങ്ങനെ ഉള്ളിലേക്ക് കുറേശ്ശെ കയറി പോവായിരുന്നു. വേറൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചത്, ഞങ്ങൾ മൂന്നാമത്തെ ഒരു കൊച്ചിനെ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ഇപ്പോൾ ആ ഒരു ഗർഭിണിയായിരിക്കുന്ന സമയത്ത്, ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ആ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഈ ഭയത്തിൻ്റെ ആത്മാവിനെയൊക്കെ ഒന്ന് മാറ്റിപ്പോവാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ ആ ഒരു വർഷമാണ് ഞങ്ങൾ വീട് കൺസ്ട്രക്ട് ചെയ്ത് അങ്ങോട്ട് മാറുന്ന ഒരു സമയം. അപ്പോൾ അതെ, ഇപ്പോൾ ഭാര്യയിൽ നിന്ന് ഓൾമോസ്റ്റ് ആ ഒരു സാധനം കിട്ടുമെന്നുള്ളൊരു പേടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇപ്പോൾ അവൾക്ക് 7 വയസ്സായി. ഇപ്പോൾ അവൾക്ക് പുറത്തേക്ക് പോകാനോ, അവൾക്ക് ഒറ്റയ്ക്കാണെങ്കിൽ പോലും 7 വയസ്സാണെന്നുള്ളൊരു പ്രശ്നമൊന്നുമില്ല. അവൾ ഒറ്റയ്ക്ക് പോയി കാറിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പുറത്തുനിന്ന് വരാനോ, അല്ലെങ്കിൽ പുറത്തേക്ക് വേപ്പിൻ്റെ ഇല പൊട്ടിക്കണേ, ഞങ്ങൾക്ക് സെമിത്തേരിയുടെ മതിലിനോട് ചേർന്നാണ് ഒരു വേപ്പ്. അതൊരു 7 മണി 8 മണി നേരത്ത് പോലും അവിടെ പോയിട്ട് അവൾ പൊട്ടിച്ചിട്ട് വരും. കറിക്ക് വേപ്പിലില്ല എന്ന് പറഞ്ഞാൽ അവൾ ഓടിപ്പോയി പൊട്ടിച്ചു വരും. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു ടെൻഷനേ ഇല്ല. അപ്പോൾ ആ ഒരു ലെവലിൽ ഭയത്തിൻ്റെ അങ്ങനെ ഇരുട്ട്
അല്ലെങ്കിൽ പാമ്പ് അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ഞങ്ങളുടെ ഭവനത്തിന് ഒരു മോചനം കിട്ടിയിട്ടുണ്ട്. ആൻഡ്രിയേട്ടനെ പറഞ്ഞ ഒരു കാര്യം ഞാൻ സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവർ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാതാപിതാക്കൾ എന്ന നിലയിൽ കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന, എല്ലാ മാതാപിതാക്കൾക്കും തന്നിരിക്കുന്ന വലിയ അധികാരമാണ് മക്കളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് വരുമ്പോഴത്തേക്ക് ഞാൻ പറയും, എപ്പോഴും അച്ഛൻ്റെ കൊല്ലം നിർബന്ധമൊന്നുമില്ല, വരുന്ന നല്ലതാണ്. നിങ്ങൾ വീട്ടിലൊക്കെ വെച്ചാൽ ഒന്ന് കലയെ കൈവച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് വീട്ടിൽ ഹന്നാൻ വെള്ളത്തിന് ചെറിയൊരു പാത്രമൊക്കെ വെക്ക്, പുറത്തേക്ക് ഇറങ്ങുമ്പോഴും അകത്തേക്ക് വരുമ്പോഴും പിള്ളേരൊക്കെ തൊട്ട് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഈ ഭയം മോചിപ്പിക്കപ്പെടാനുള്ള കുറേ ആംബിയൻസ് ഒരു പള്ളി പോലെ തന്നെ വീടൊക്കെ ക്രമപ്പെടുത്തുവാണെങ്കിൽ, പള്ളി ഇരിക്കുമ്പോൾ ആർക്കെങ്കിലും പേടിയുണ്ടോ? ആർക്കും പേടിയില്ല, കാരണം കർത്താവുണ്ടെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെ വീട് ഒരു ദേവാലയത്തിൻ്റെ ആംബിയൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ജോർജേട്ടന് ഈ എന്താ എല്ലാവർക്കും ഉള്ള സംശയമാണ് ഈ പേടിയുടെ കാര്യത്തിൽ. ഈ പാറ്റ, പഴുതാര, അട്ട ഇതുപോലത്തെ സാധനങ്ങളാണോ നമുക്ക് പേടിയുടെ വലിയൊരു മേഖല? ജോർജേട്ടൻ അവിടെ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്ത് പറയാനായിട്ടുണ്ടോ? അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ മുതിർന്നവർക്കുണ്ട്. എനിക്ക് തോന്നുന്നു മുതിർന്നവരെക്കാൾ എളുപ്പത്തിൽ ഇത് പഠിപ്പിച്ചു കൊടുക്കാനും മനസ്സിലാക്കി കൊടുക്കാനും പറ്റുന്നത് കുഞ്ഞുങ്ങളെയാണെന്ന് എനിക്ക് തോന്നുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഒത്തിരി ആംഗിളുകൾ ചെയ്യാറുണ്ട്. പഴയ കാലത്ത് ഇപ്പോൾ എൻ്റെ വല്യമ്മയുടെയൊക്കെ കാലത്ത് എന്നാന്ന് ചോദിച്ചാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന ഒരു നേരെ തലതിരിച്ചുള്ള ഒരു അഭ്യാസത്തിലൂടെയാണ്. അതായത് പാറ്റായ പേടിയുണ്ട്, നമ്മുടെ കട്ടിനകത്തോട്ട് പാറ്റായ പിടിച്ചു. അതൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതോടെ ഒന്നുകിൽ അവൻ്റെ പേടി തീരും, അല്ലെ അവൻ തീരും. അപ്പോൾ ആ ടൈപ്പിലുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അതിന് ഫലമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അത് എങ്ങനെയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതെങ്കിലും ഞാൻ പറയും. എനിക്ക് തോന്നുന്നു കുട്ടികളെയാണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഈ പാറ്റ ഇത് നമ്മൾ ഒരു വിധത്തിലും അതിനേക്കാൾ ഉപദ്രവിക്കുന്നതാണ് ഈ ചെറിയ ഉറുമ്പ്, അല്ലേ? ഉറുമ്പ് കടിക്കാം, അത്രേ ഉള്ളൂ. ഇത് ഞാൻ പറയുന്നുണ്ട്, ഭയവും നമ്മൾ സൂക്ഷിക്കേണ്ടതുമായിട്ട് വ്യത്യാസമുണ്ട്. വാസ്തവത്തിൽ പാറ്റ അങ്ങനെയുള്ള ഈ പറഞ്ഞ ചെറിയ പല്ലി, പാറ്റ ഇങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഈ ഭയമോ അറപ്പോ ഇത് രണ്ടും കൂടെ ചേർന്നാണ് പലപ്പോഴും പിള്ളേർക്ക് ഇത് കാണാറുള്ളത്. ഭയം എവിടം വരെയുണ്ട്, അറപ്പ് എവിടം വരെയുണ്ട്. ഇത് ഇത്രയേ ഉള്ളൂ. ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യാവുന്ന കാര്യം നമ്മൾ കയ്യിലെടുത്ത് അതിനെ കാണിച്ചു കൊടുക്കുക. കുഞ്ഞുങ്ങളുടെ അരിയെ വലിയവരുടനെ തന്നെ വേറെ പോലെ എനിക്കങ്ങനെ ചെയ്യാം, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. പിള്ളേരാകുമ്പോഴാ ഈ ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, അല്ലെ ഈ അപ്പാപ്പൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടോ, അപ്പോൾ നമുക്ക് തന്നെ എൻ്റെ കയ്യിലോട്ട് ഒന്ന് തരാമോ എന്ന് ചോദിക്കും. നാച്ചുറലായിട്ട് ഈ രീതിയിൽ ഇത്രയുള്ള കുഞ്ഞുങ്ങൾക്ക് ഇത് എന്താണ് സംഭവം എന്നാണ് മൊത്തം അറിയണം നിർബന്ധമൊന്നുമില്ല. പക്ഷേ പാമ്പിനെ കൊണ്ടോ പട്ടിനെ കൊണ്ടോ പേടിപ്പിച്ച് വളർത്തുമ്പോഴത്തേക്കാണ് പ്രശ്നം. പക്ഷേ ഈ വചനത്തിൻ്റെ ശക്തി ഒന്നാമത്തെ കാര്യം, അമ്മമാരും അപ്പന്മാരും കൊടുക്കുന്ന ഉറപ്പ്, ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കാണ് ഏറ്റവും വലിയ ബലം ഉണ്ടാകുന്നത് കുഞ്ഞുങ്ങൾക്ക്. അതുകൊണ്ട് ഈ ഒരു ഭയത്തിൻ്റെ എപ്പിസോഡ് സകല ഭയവും ദൂരീകരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് അവസാനിപ്പിക്കാം. മാതാപിതാക്കളൊക്കെ നിങ്ങളുടെ ശക്തമായ കരവലയത്തിനുള്ളിൽ മക്കളും ചേർത്ത് പിടിച്ചേ നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കോ ചിലപ്പോൾ പ്രായമായവർക്കൊക്കെ പോലുമുള്ള പേടികൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അത് ചിലപ്പോൾ അവർ ഗർഭാവസ്ഥയിലായിരുന്ന കാലഘട്ടം മുതൽ അവർക്കുണ്ടായതായിരിക്കും, ചില മുറിവുകളിൽ നിന്നുണ്ടായതായിരിക്കാം. ആ എല്ലാ മുറിവുകളുടെ മേലും കർത്താവിൻ്റെ തിരുജലം തളിച്ച് പ്രാർത്ഥിക്കുന്നു. ഭയത്തിൻ്റെ ആത്മാവിനെ കർത്താവിന് നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ ശക്തമായ നാമത്തിൽ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പേടിപ്പെടുത്തുന്ന ആത്മാക്കളും ഭയത്തിൻ്റെ ആത്മാക്കളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ഈ നിമിഷം തന്നെ വിട്ടുമാറട്ടെ. നമ്മുടെ വ്യക്തിജീവിതത്തിൽ നിന്ന് അകന്നു പോകട്ടെ. സൃഷ്ടവസ്തുക്കളുടെ മേലുള്ള നമ്മുടെ ഭയത്തെ തമ്പുരാൻ്റെ സൃഷ്ടാവിൻ്റെ നാമത്തിൽ നിന്ന് ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ഒത്തിരി ആശ്വാസത്തിൻ്റെ, ഒത്തിരി വിടുതലിൻ്റെ, ഒത്തിരി സൗഖ്യത്തിൻ്റെ രാത്രിയായി മാറട്ടെ. ഒന്ന് ചേർന്ന് പരിശുദ്ധമ്മയുടെ വിമലഹൃദയത്തിലേക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് തലകുമ്പിട്ട് ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹക്കോട്ടയുടെയും പുത്രനായ ദൈവത്തിൻ്റെ രക്തക്കോട്ടയുടെയും പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിക്കോട്ടയുടെയും പരിശുദ്ധ അമ്മയുടെ വിശുദ്ധിക്കോട്ടയുടെയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെയും സകല വിശുദ്ധരുടെയും അപ്പോസ്തലന്മാരുടെയും രക്തസാക്ഷികളുടെയും സുഹൃതക്കോട്ടയുടെയും സംരക്ഷണവും അഭയവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സാധിക്കുമെങ്കിൽ ഇപ്പോൾ തന്നെ ബൈബിൾ എടുത്തിട്ട് 23-ാം സങ്കീർത്തനം കുടുംബം ഒന്നുയർന്ന് പ്രാർത്ഥിക്കുക. ഇതിനേക്കാളും വലിയ സംരക്ഷണത്തിന് ഒരു ഉറപ്പ് തരാനുള്ള വചനം മറ്റൊന്നില്ല. ആമേൻ.